ഞങ്ങൾക്ക് മരിക്കാത്ത ആൾക്കാരാണ്. സർക്കാർ സേഫ് സോണിലാക്കിയാൽ ഞങ്ങൾ പോയിന്റ് നടക്കാൻ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ചൂരമല 12-ാം വാർഡ്. അല്ല പടവട്ടിക്കുന്നല്ല, പടവട്ടിക്കുന്ന പഴയ വില്ലേജ് റോഡ്, കൊയിനാക്കുള റോഡ്. 9,000 രൂപ തരാൻ പോലും ഇല്ലാത്ത 195 രൂപയാണ് ദിശമാറി സഞ്ചരിക്കുന്നത്. അന്ന് ഞങ്ങൾ ഇവരോട് പറഞ്ഞു, കാരണം നേർവഴിക്ക് വിട്ടാൽ ഇത്ര വല്ലല്ലാന്ന്. അന്ന് ഇവർക്ക് പുട്ടടിക്കാൻ പറ്റൂല. ഇപ്പം കണ്ടോ ദിശ മാറിയിട്ട് നിങ്ങൾ പറയും 195 റുപ്യ കോടി റുപ്യാണ് ഈ പോണ പോക്ക്. പാവപ്പെട്ട ഈ ജനങ്ങളെ പട്ടിണി കിടന്ന് ചാകുന്നു. ഇത്രയും നേരമായിട്ട് 100 കണക്കിന് ആൾക്കാരെ ഞങ്ങൾ റിസ്കിലാണ് ഇവിടെ സംരക്ഷിച്ചിട്ട്. ഒരു കലക്ടറോ ഒരു മന്ത്രിയോ ഒരാളും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ അല്ല. 195 രൂപ കോടി ഇതാണ്ട് ദിശ മാറി സഞ്ചരിക്കണേ. അന്ന് ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഇവർ ശരിയാക്കി തരാം. ഇനി ഇവർ എവിടെ നിന്ന് ശരിയാക്കാനാ? എങ്ങോട്ട് മാറ്റാനേ? ഞങ്ങളെ എല്ലാം പാടെ കൂടിയിട്ട് ഇവർക്ക് ഞങ്ങളെ കൊല്ലാണ് ഇവർക്ക് വേണ്ടത്. അത്രയും വിഷമത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് ഈ നാട്ടിലുള്ള പ്രദേശത്തിൽ. 9, 10, 11, 12, 3, 4 വാർഡുകൾ ഞങ്ങൾ നിറയിച്ച് ജീവിക്കുന്നു ഇവിടെ. ഇതിനെക്കാട്ടി നല്ലത് ഞങ്ങൾ വലിയൊരു ഉരുളപ്പൊട്ടിക്കാൻ ഞങ്ങൾക്ക് അതിൽ പോകാൻ നല്ലത്. ഇവരെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു കലക്ടർ വരുന്ന സമയത്ത് എത്ര എസ്കോർട്ടാണ് വരുന്നത്? ഇന്ന് ഞങ്ങളെ ജീവന് ഒരു എസ്കോർട്ടും ഇല്ല. ഞങ്ങളെ ജീവന് ഞങ്ങളെ പാവപ്പെട്ട പട്ടിണി കിടന്ന ഞങ്ങൾ മാത്രം. ഉരുളപ്പൊട്ടിയിൽ ഇത്രയും സമയമായിട്ട് എത്ര ആൾക്കാരെ വിളിച്ച്? ഒരു തഹസിൽദാറോ ഒരു കലക്ടറോ ഒരു ബാക്കിയുള്ള ആൾക്കാരോ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഞങ്ങൾ ഇത്രയും ആൾക്കാരെ ഞങ്ങളെ സംരക്ഷിച്ചത് ഞങ്ങളെ റിസ്കിലാണ്. പിന്നെ വില്ലേജ് ഓഫീസറാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കി തീർത്തത്. കാരണം വേർതിരിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുണ്ട്. 9,000 അവർക്കുണ്ട്, ഇവർക്കുണ്ട്. ഒരു വർഷമായി നമ്മളെ കടവിടെ ഓടി കിടക്കണേ. ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല, ജീവിക്കണം. ഇവിടുത്തെ പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കണേ? 100, 10, 300 ടാക്സി ജീപ്പുകാരുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് മാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒന്നുമില്ല. 195 രൂപ കോടി ഞങ്ങൾ കളവ് പോരല്ല പോണ പോക്കണ്ടോ? അതിൽ നിന്ന് തുച്ഛമായ പൈസ 100 കോടി എടുത്തിട്ട് ഞങ്ങൾ ഈ മുണ്ടക്കായ പുത്തുമല പിന്നെ ചൂരൽമല ഈ ഉരുൾപൊട്ടിയ ആൾക്കാർക്ക് 50 ലക്ഷം കൊടുത്താണെങ്കിൽ ഞങ്ങളെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോയി തെണ്ടി ജീവിക്കും. അതുപോലും ഇല്ലാതെ 195 കോടി രൂപ പോണ പോക്കണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് വലിയ രോഷമാണ്. കാരണം പുഴ വഴിമാറി ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളോട് കൂടി തന്നെ ഇവിടെ പുഴയുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ മുന്നോട്ട് പോയിരുന്നു. ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള ആ പുഴ ഇപ്പോൾ വഴിമാറി ഒഴുകുന്നു എന്നുള്ളതാണ്. കാരണം ഇത് റോഡാണ്, ആ റോഡിലൂടെയാണ് പുഴ പോകുന്നത്. അതുതന്നെയാണ് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുഴയുടെ ഒത്ത നടുവിൽ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആളുകളുടെ പ്രതികരണം. അതൊരു വൈകാരികമായ പ്രതികരണമാണ്. ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുതന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കനത്ത രീതിയിൽ പ്രതിഷേധം കനക്കുന്നു. ആളുകളെ സംബന്ധിച്ച് അവർ വൈകാരികമായി പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ